യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 14-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ 14-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ബാബിലോൺ രാജാവിനെ കുറിച്ചാണ്. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറാണ്. BC 537 നെബൂഖദ്നേസർ ബാബിലോൺ രാജാവ് ഇസ്രായേലിനെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും 10,000 ആളുകളെ ഇവിടെ നിന്ന് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയും അടിമകളാക്കുകയും ചെയ്തു. ജെറൂസലേം ദേവാലയം തീ വെച്ച് നശിപ്പിച്ച രാജാവാണ് നെബൂഖദ്നേസർ. അതിനെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് യെശയ്യാ പ്രവാചകന് ലഭിക്കുന്നത്. രണ്ടാമത് ഈ അധ്യായത്തിൽ പറയുന്നത് അസിറിയക്കെതിരെ ഉണ്ടാകുന്ന യെശയ്യാ പ്രവാചകന്റെ ദർശനങ്ങളാണ്. മൂന്നാമത് ഫിലിസ്ത്യരുടെ ദർശനങ്ങൾ. ഈ ദർശനങ്ങൾ ഹൃദയം അലിയിപ്പിക്കുന്നത് ഹീബ്രു ഭാഷയിൽ യെശയ്യായുടെ ഈ പ്രവചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. ഈ അവസരത്തിൽ പ്രാർത്ഥനാപൂർവം യെശയ്യായുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ബാബിലോൺ രാജാവ്. 1-ാം വചനം. കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്തേക്ക് സ്ഥാപിക്കുകയും ചെയ്യും. വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ എങ്ങനെ പരിഹസിക്കും? മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി? അവന്റെ ഔന്നത്യം എങ്ങനെ നിലച്ചു? കർത്താവ് ദുഷ്ടന്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു. കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. അവർ ഗാനം ആലപിച്ച് ഉല്ലസിക്കുന്നു. സരള മരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു. നീ വീണു പോയത് കൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല. നീ ചൊല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രാതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോടും നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, ശത്രുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതനായ മേഘങ്ങൾക്കു മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറിച്ചു നോക്കി
ചിന്തിക്കും. ഭൂമി വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്ത് അവൻ തന്നെയല്ലേ? ജനതകളുടെ രാജാക്കന്മാർ തന്താങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്ര കൊള്ളുന്നു. നീ ആകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു. വാളിനിരയായി പാതാള ഗർത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്ദ്യമായ അകലമുള എന്ന പോലെ, ചവിട്ടി അരയ്ക്കപ്പെട്ട് മൃതശരീരം എന്ന പോലെ നീ കിടക്കുന്നു. സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ. പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനു തന്നെ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവർക്കെതിരെ എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവരുടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളുമാക്കും. നാശത്തിന്റെ ചൂൽ കൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. 24 വചനം മുതൽ അസീറിയക്കെതിരെയുള്ള യേശയ്യാ പ്രവാചകന്റെ ദർശനമാണ് നമ്മൾ കാണുന്നത്. 24 വചനം, സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു, ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിശ്ചയിച്ചത് നിറവേറും. എന്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും. എന്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി മെതിക്കും. അവന്റെ നുകം അവരിൽ നിന്ന് നീങ്ങിപ്പോകും. അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരവും. ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത്. ആർക്കും അതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു, ആർക്ക് അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും? 14 അധ്യായത്തില് 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫിലിസ്തീർക്കെതിരെ യേശയ്യാ പ്രവാചകന്റെ ദർശനമാണ്. 28 മുതലുള്ള ഈ തിരുവചനം നമുക്ക് പ്രാർത്ഥനാപൂർവം തുടർന്ന് കേൾക്കാം. ഫിലിസ്തീർക്കെതിരെ 28-ാം വചനം. അഹാസ് രാജാവ് മരിച്ച വർഷമുണ്ടായ അരുളപ്പാട്. ഫിലിസ്തരെ, നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുപോലെ, ഫിലിസ്തരെ, നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും, അതിന്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. ദരിദ്രരുടെ ആദ്യജാതർക്ക് ഭക്ഷണം ലഭിക്കും, പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും, നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും. കവാടമേ വിലപിക്കുക, നഗരമേ കരയുക. ഫിലിസ്തരെ, നിങ്ങൾ എല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ. വടക്കുനിന്ന് ധൂമപടലം ഉയരുന്നു, സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല. ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു, അവിടുത്തെ ജനത്തിന്റെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ബാബിലോൺകാരുടെ അടിമത്തം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. ജെറൂസലേം കൊള്ളയടിക്കപ്പെടുകയും ദേവാലയം നശിപ്പിക്കപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന നല്ല ശതമാനം ജനതകളെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തത് ഞങ്ങൾ കാണുന്നു. ഒരു മോചനത്തിന്റെ ദിവ്യ വെളിച്ചം അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതായിട്ടാണല്ലോ ദൈവമേ യേശയ്യാ പ്രവാചകൻ വേദനിക്കുന്ന ജനത്തിന് കൊടുക്കുന്ന സന്ദേശം. വേദനിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ, മുറിവേറ്റവരാണ് ഞങ്ങൾ. ദൈവമേ, അങ്ങ് മാത്രമാണ് ആശ്രയം. പ്രവാചക വചനങ്ങളിൽ വിശ്വസിക്കാനും പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ
ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനങ്ങൾ നമ്മൾ വായിക്കാം, ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കാം. വായിക്കും തോറും വളരെ ശക്തമായിട്ട് കടന്നു വരുന്നതാണ് ദൈവവചനം. ആ ദൈവവചനത്തിൽ വിശ്വസിച്ച് നമുക്ക് മുന്നേറാം. നിങ്ങളെല്ലാവരും പല പ്രാവശ്യം വചനം വായിക്കുക, വചനം കേൾക്കുക. ആ വചനം നിങ്ങളില്, നിങ്ങളുടെ കുടുംബത്തില് ശക്തിയായി കത്തിപ്പടരും, ആത്മാവിൽ നിറവിൽ ഉണരും. അതിനു വേണ്ടുന്ന അനുഗ്രഹം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തരുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്നേഹപൂർവം, സണ്ണി പുൽപ്പറമ്പിൽ.